വിഴിഞ്ഞം വെറുമൊരു തുറമുഖമല്ല, അത് വികസനത്തിൻ്റെ പുതിയ വാതായനമാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷ സർക്കാരും പറയുമ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അതിന് മറ്റു ചില മുഖങ്ങൾ അതിനു മുമ്പേ നൽകി കഴിഞ്ഞു. ഉമ്മൻചാണ്ടി എന്ന മുൻ മുഖ്യമന്ത്രി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികസനമായ വിഴിഞ്ഞം തുറമുഖ പദ്ധതി ആവിഷ്കരിക്കുവാൻ വേണ്ടിയുള്ള തറക്കല്ലിട്ടപ്പോൾ അതിനെതിരെ വളരെ രൂക്ഷമായുള്ള വിമർശനങ്ങൾ ഉയർത്തുകയും സമരങ്ങൾ നടത്തുകയും ചെയ്ത പ്രസ്ഥാനമാണിപ്പോൾ ആ വിഴിഞ്ഞം വികസനത്തിൻ്റെ പുതിയ വാതായനമാണെന്ന് പറഞ്ഞു വെക്കുന്നതെന്ന തരത്തിലേക്ക് അദ്ദേഹം പറയുമ്പോൾ കോൺഗ്രസിന് വിഴിഞ്ഞത്തിൻ്റെ വികസനത്തിലോ വിഴിഞ്ഞം പദ്ധതിയുടെ ഇന്നത്തെ ഉദ്ഘാടനം വരെയുള്ള നിമിഷങ്ങളിലോ യാതൊരു പങ്കുമില്ല എന്നും ഇടതുപക്ഷം തന്നെയാണ് കാലാകാലങ്ങളായി വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഈ പരിപൂർണമായ രൂപത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്നും അല്ലെങ്കിൽ ഏക ഘടകമെന്നും പറഞ്ഞു വെക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിഴിഞ്ഞം തുറമുഖം രാഷ്ട്രത്തിന് സമർപ്പിച്ചു കഴിഞ്ഞു. കേരളത്തിൻ്റെ സ്വപ്ന സാഫല്യമാണിതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു. നാടിൻ്റെ അഭിമാന മുഹൂർത്തമാണിത്. ഇത് കേവലം ഒരു തുറമുഖ കവാടം തുറക്കലല്ല, മൂന്നാം മിലീനിയത്തിലെ വികസന സാധ്യതകളിലേക്കുള്ള രാജ്യത്തിൻ്റെ മഹാകവാടം തുറക്കലാണ് എന്ന് അദ്ദേഹം ആലങ്കാരികമായി പറയുന്നു. ഇന്ത്യയെ സാർവദേശിക മാരിടൈം വ്യാപാര ലോജിസ്റ്റിക്സ് ഭൂപട ശൃംഖലയിൽ കണ്ണി ചേർക്കുന്ന മഹാസംരംഭം, രാജ്യത്തിൻ്റെ ചരിത്രത്തിൻ്റെ വിസ്മൃതിയിൽ നിന്ന് വിഴിഞ്ഞത്തെ വീണ്ടെടുത്ത് നവീകരിച്ച് വികസിപ്പിച്ച് സാർവദേശീയ തുറമുഖമാക്കി മാറ്റിയത് കേരളത്തിലെ LDF സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണ്, നിശ്ചയദാർഢ്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഒരുപാട് സവിശേഷതകളുണ്ട് ഇതിന്. ആദ്യമായാണ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിൻ്റെ മുൻകൈയിൽ ഒരു ബൃഹത് തുറമുഖ നിർമ്മാണം നടക്കുന്നത്. ചെലവിൻ്റെ ഏറിയ ഭാഗവും കേരളമാണ് വഹിക്കുന്നത്. 8686 കോടിയിൽ 5370.86 കോടി കേരളം വഹിക്കുന്നു. ബാക്കി 2497 കോടി അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് മുടക്കുന്നത്. 818 കോടിയുടെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടാണ് കേന്ദ്രം നൽകുന്നത്. ഈ തുറമുഖത്തോടെ $220 ദശലക്ഷം പ്രതിവർഷ രാഷ്ട്രനഷ്ടം നികത്തൽ തുടങ്ങുകയായി. 75% കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് കാർഗോ വിദേശ തുറമുഖങ്ങളിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു ഇക്കാലം അത്രയും. ഇത് അവസാനിക്കുകയാണ്. രാഷ്ട്രനഷ്ടം വലിയൊരളവിൽ പരിഹരിക്കാൻ കേരളത്തിന് കഴിയുന്നു എന്നത് കേരളീയർക്കാകെ അഭിമാനകരമാണ്. കരാർ പ്രകാരം 2045 മാത്രമേ ഇത് പൂർത്തിയാവേണ്ടതുള്ളൂ. നമ്മൾ അതിന് കാത്തുനിന്നില്ല. 2024 തന്നെ കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ ആരംഭിച്ചു. മദർഷിപ്പിനെ സ്വീകരിച്ചു. തുടർന്ന് ഇങ്ങോട്ട് 250-ലേറെ കപ്പലുകൾ വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടു. ഇപ്പോഴിതാ ഒന്നാം ഘട്ടം പതിറ്റാണ്ട് മുമ്പ് പൂർത്തിയാക്കി കമ്മീഷൻ ചെയ്യുന്നു. 2028 ഇതിൻ്റെ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാകും. ഒരുപാട് പ്രതികൂല ഘടകങ്ങളുണ്ടായി. മഹാപ്രളയം, ഇതര പ്രകൃതിക്ഷോഭങ്ങൾ, കോവിഡ് അടക്കമുള്ള മഹാവ്യാധികൾ എന്നിവയൊക്കെ സമ്പദ്ഘടനയെ ഉലച്ചു. എന്നാൽ കേരളം അവിടെ തളർന്നു നിന്നില്ല. നിർമ്മാണ കമ്പനിയും നല്ല രീതിയിൽ സഹകരിച്ച് മുൻപോട്ട് പോയി. 1996 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ രൂപപ്പെടുത്തിയ പദ്ധതിയാണിവിടെ യാഥാർത്ഥ്യമാവുന്നത്. ഇടക്കാലത്ത് അനിശ്ചിതത്വത്തിലായ പദ്ധതി പഠനത്തിനായി 2009 ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനെ നിയോഗിച്ചു. 2010 ടെൻഡർ നടപടികളിലേക്ക് കടന്നെങ്കിലും കേന്ദ്രം ആ ഘട്ടത്തിൽ അനുമതി നിഷേധിച്ചു. തുടർന്നുള്ള ഘട്ടം പദ്ധതിക്കായുള്ള മനുഷ്യച്ചങ്ങല അടക്കമുള്ള പ്രക്ഷോഭങ്ങളിലൂടെയായിരുന്നു. 2015 ഒരു കരാറുണ്ടാക്കി. എന്നാൽ പല തലങ്ങളിലുള്ള വിമർശനങ്ങൾ അത് നേരിട്ടു. വിമർശനങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴും വിഴിഞ്ഞം പദ്ധതി നടപ്പാവുക തന്നെ വേണമെന്ന നിലപാടാണ് ഞങ്ങൾ കൈക്കൊണ്ടത്. വികസന കാര്യത്തിൽ രാഷ്ട്രീയ വേർതിരിവ് വേണ്ട എന്ന നയമാണ് കൈക്കൊണ്ടത്. അതുപ്രകാരമാണ് 2016 അധികാരത്തിൽ വന്നതിനെ തുടർന്നുള്ള ഘട്ടത്തിൽ ബൃഹത് തുറമുഖമായി വിഴിഞ്ഞം വളരുന്നതിനുള്ള നിലപാടുകൾ എടുത്തത്. അതാണ് വിഴിഞ്ഞത്തെ ഇന്നത്തെ നിലയിൽ യാഥാർത്ഥ്യമാക്കി മാറ്റിയത്. സ്ഥാപിത താൽപ്പര്യക്കാർ പടർത്താൻ ശ്രമിച്ച തെറ്റിദ്ധാരണകളെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് അതിജീവിച്ചു. നിയമക്കുരുക്കളടക്കം നീക്കി. തീരദേശ പുനരധിവാസ ജീവനോപാധി പ്രശ്നങ്ങൾ 120 കോടി ചെലവാക്കി പരിഹരിച്ചു. അവിടുത്തെ പെൺകുട്ടികളെ ക്രെയിൻ പ്രവർത്തിപ്പിക്കുന്ന ജോലിയടക്കം ഏൽപ്പിച്ചു. തദ്ദേശ സ്ത്രീകൾക്കായി സ്കില്ലിംഗ് സെന്റർ തുറന്നു. ഇങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിച്ച് സങ്കടങ്ങൾ കരുതിയുണ്ടാക്കി സർക്കാർ നീങ്ങിയത്. 5000-ലധികം തൊഴിൽ അവസരങ്ങളാണ് ഈ തുറമുഖത്തിന്റെ ഭാഗമായി നേരിട്ട് ലഭ്യമാകുന്നത്. കൂടുതൽ പേർക്ക് ഇത് പ്രയോജനകരമാകുന്നു എന്നുറപ്പുവരുത്തുകയാണ്. കേരളത്തിന്റെ അതിനപ്പുറം ഇന്ത്യയുടെ ആകെ വികസനത്തെ ഈ തുറമുഖം വലിയ തോതിൽ ഭദ്രമാക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്ന് പിണറായി പറഞ്ഞു വയ്ക്കുന്നു. അതായത് ആകെ മൊത്തത്തിൽ കണക്കുകൂട്ടിയൊന്ന് വീക്ഷിച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വരികളിൽ എവിടെയും ഉമ്മൻചാണ്ടിക്കോ കോൺഗ്രസിൻ്റെ സർക്കാരിനോ ഭാഗമില്ല, പ്രാധാന്യമില്ല എന്ന് സാരം.
ഇത് അടങ്ങൽ ഇടതുപക്ഷത്തിൻ്റെ വികസന നേട്ടത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു വയ്ക്കുന്നു.